ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സൂപ്രണ്ടിൻ്റെ ആ ഒരു അഭിനയത്തെയൊക്കെ പരിഹസിച്ച് ശാലിനി പറയുന്നുണ്ട്, നിങ്ങളുടെ സഹായം വേണ്ട, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. മാഡം വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമല്ലോ, ഞാനൊരു പാവം എന്നൊക്കെ പറഞ്ഞ് അയാളും തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വേറൊരു ടാക്സി കാറിൽ ഈ സുധാകരനെയും ഭാര്യയും പിന്നെ ദീപുവിനെയും കൂട്ടിക്കൊണ്ട് ശാലിനി ആണെങ്കിൽ നേരെ ചെല്ലുന്നത് കുടുംബശ്രീ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഇങ്ങനെ കാറ് ചെന്ന് നിൽക്കുമ്പോൾ ഹോട്ടലിലാണെങ്കിൽ ശാന്തിയും ഗോപാലകൃഷ്ണനും ശ്യാമയും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ നോക്കുകയാണ്. അന്നേരം ആദ്യം ശാലിനി ഇറങ്ങുന്നുണ്ട്. പിന്നീട് ഡ്രൈവറാണെങ്കിൽ ഈ സുധാകരനെ പിടിച്ചിറക്കുന്നുണ്ട്. ദീപവും അമ്മയും ഒക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. അന്നേരം തുടർന്ന് ശാലിനി ചെന്നിട്ട് പറയുന്നുണ്ട്, ഇവരിങ്ങനെ വീട് പണി കഴിയുന്നത് വരെ തൽക്കാലം ഇവിടെ താമസിക്കാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണന് ശാന്തി ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ശ്യാമയാണെങ്കിൽ ആകെ അങ്ങോട്ട് ചാടി കടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് തന്നെ ഞാനിവിടെ വീട്ടിൽ ഹോട്ടലിലെ പണി വീട്ടു ജോലി എല്ലാം കൂടി അതിനിടയിൽ വയ്യാത്ത നടക്കാത്ത ആളുകളെ കൂടി ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നാൽ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെയാവും എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ പറയുന്നതൊക്കെ ആ ഒരു സുധാകരനും ഭാര്യയൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നുണ്ട്. അവർക്കും ഇങ്ങനെ ആകെ വിഷമമാവുന്നുണ്ട്. പക്ഷെ ശാലിനി ഇങ്ങനെ കൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ഈ ശ്യാമയൊന്നും പറയാനും വയ്യ തല്ലാനും വയ്യ എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശാലിനി പറയുമായിരിക്കും, എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്നുള്ളതും. പിന്നെ പിന്നെ സുധാകരൻ്റെ ഭാര്യയാണെങ്കിൽ അത്യാവശ്യം സഹായിക്കുകയും ചെയ്യും. ഈ ശാരികയുടെ കുഞ്ഞിനെയൊക്കെ നോക്കുമായിരിക്കും. കുഞ്ഞിനെ നോക്കാനായിട്ട് ഇപ്പോൾ അവിടെ ആളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ശാരദാമ്മയുടെ ആ ഒരു കുറവും എന്തൊക്കെയാണെങ്കിൽ കുഞ്ഞിനെ നോക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നവരെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ഒക്കെ. അതൊക്കെ നമുക്ക് അപ്പോൾ ആ ഒരു സംഭവം അവിടെ ക്ലിയർ ആവുകയും ചെയ്യുമല്ലോ. ഗോപാലകൃഷ്ണൻ പാടും വരില്ല, ശ്യാമയ്ക്ക് പരാതിയൊന്നും വരില്ല, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ദീപുവിൻ്റെ അമ്മ നോക്കിക്കോളും. അങ്ങനെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരും എപ്പിസോഡുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.